പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നതിന് ഇടയിലായിട്ട് ഇപ്പോൾ നമ്മുടെ ബലൂചിസ്ഥാനിൽ ശക്തമായ ആക്രമണം പാകിസ്ഥാന് നേരെ ഉണ്ടാവുകയാണ്. ബലൂജ് ലിബറേഷൻ ആർമിയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഏകദേശം 11ഓളം പാക് സൈനികർ കൊല്ലപ്പെടുകയും 10ലധികം പാക് പോലീസുകാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. സിയാറത്ത് ജില്ലയിലെ ഒരു അണക്കെട്ടിന് കാവൽ നിന്നിരുന്ന പോലീസ് ചെക്ക് പോസ്റ്റിന് നേരെ ഈ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ 9 പോലീസുകാർ കൊല്ലപ്പെടുകയും പിന്നീട് സൈന്യവുമായിട്ട് നടന്ന ഏറ്റുമുട്ടലിൽ 11 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 4 ദിവസത്തെ വിവിധ ഏറ്റുമുട്ടലുകളിലായിട്ട് 42 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സൈന്യവും പോലീസും ഉൾപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ് ബലൂചിസ്ഥാനിലെ പലയിടങ്ങളിലും നടക്കുന്നത്. പല പ്രദേശങ്ങളിലും പാക് സൈന്യത്തിനോ പോലീസിനോ കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത വിധം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സൈഡിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഭയങ്കരമായിട്ടുണ്ടാവുന്നു. അതിനെ നേരിടുന്നതിൽ പാകിസ്ഥാന് പൂർണ്ണമായിട്ടും ഒരു വിജയം കണ്ടെത്താൻ കഴിയുന്നില്ല. അതേ സമയത്ത് പാക് അധീന കാശ്മീരിൽ, അത് ആസാദ് കാശ്മീരി മാത്രമല്ല, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലടക്കം പാക് ഗവൺമെന്റിനും സൈന്യത്തിനുമെതിരായ ജനകീയ രോഷം ആളിക്കത്തുകയാണ്. ഖൈബർ പക്തൂൺഖ്വ മേഖലയിലും പാകിസ്ഥാനെതിരായിട്ട് ശക്തമായ ജനവികാരം നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ തഹ്രീക്ക് ഈ താലിബാന്റെ നേതൃത്വത്തിൽ വലിയ പ്രദേശങ്ങൾ അവരുടെ കൈകളിലാണ്. പാക് സൈന്യത്തിനോ അല്ലെങ്കിൽ പോലീസിനോ പൂർണ്ണമായിട്ട് നിയന്ത്രണമില്ലാത്ത നിരവധി മേഖലകൾ പാകിസ്ഥാന്റെ പല ഭാഗത്തുമായിട്ട് ഇപ്പോൾ കാണാൻ കഴിയും. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ വലിയ സംഘർഷങ്ങൾ നടക്കുകയാണ്. സിവിൽ യുദ്ധം തന്നെ അരങ്ങേറുന്നു എന്ന് പറയാം. നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണിത് എങ്കിലും ഇപ്പോൾ അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ഒരു വലിയ പ്രശ്നമായിട്ട് അത് മാറുന്നു. മിക്കവാറും അത് പാക് അധീന കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിലേക്കും തന്നെയായിരിക്കും ആത്യന്തികമായിട്ട് നയിക്കുക. അതോടൊപ്പം തന്നെ ഖൈബർ പക്തൂൺഖ്വ മേഖലയിലും വലിയ പ്രദേശങ്ങൾ പാകിസ്ഥാന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന സൂചനകളാണ് വരുന്നത്. പാക് സൈന്യം പരമാവധി ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് അവർക്ക് ഇന്ത്യയുമായിട്ട് വലിയ അതിർത്തിയുണ്ട്. ആ അതിർത്തിയിൽ സൈന്യത്തെ കുറയ്ക്കാൻ അല്ലെങ്കിൽ സൈന്യത്തെ പിൻവലിക്കാനുള്ള ധൈര്യം പാകിസ്ഥാൻ ഇല്ല. മറുഭാഗത്തെടുത്തു കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ, അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നങ്ങൾ, ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ പ്രശ്നങ്ങൾ, പാക് അധീന കാശ്മീരിൽ പ്രശ്നങ്ങൾ. ചുരുക്കത്തിൽ പണ്ട് ഇന്ത്യക്കിട്ട് പണിയാനായിട്ട് നടന്നിരുന്ന പാകിസ്ഥാന് സ്വയം 4 പാട് നിന്നും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണി എങ്ങനെ ഇതിനെ അവസാനിപ്പിക്കണം, എങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നറിയാതെ ശരിക്കും പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കളിയിലില്ല, നമ്മൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് നമുക്കിതിനകത്ത് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നത് കൊണ്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടടക്കം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടും ഇന്ത്യക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. കാരണം പാകിസ്ഥാനുള്ള പണി 4 സൈഡിൽ നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ പാകിസ്ഥാന്റെ ചാരസംഘടന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിൽ അഗ്രഗണ്യരായിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് അവരുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ സംഘടന ഇന്ന് ദുർബലപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാക് ഭരണകൂടം. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, നമുക്കത് എത്ര ദിവസം കൊണ്ടെന്നോ അല്ലെങ്കിൽ എത്ര വർഷമെന്നോ കൃത്യമായി പറയാൻ പറ്റില്ല, പക്ഷെ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ 3ഓ 4ഓ രാജ്യങ്ങളായിട്ട് വീണ്ടും പിളരും. ഇതിൽ ഒരു സംശയവുമില്ല. കാരണം പാകിസ്ഥാനിൽ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒന്നും അവിടെ ഇല്ല എന്നതാണ് വാസ്തവം. തീവ്രമായ പാക് ദേശീയത നമുക്ക് അവിടെ കാണാൻ കഴിയില്ല, പഞ്ചാബിലല്ലാതെ. മാത്രമല്ല, പാകിസ്ഥാന് വികസനം എന്ന് പറയുന്ന ഒരു സ്വപ്നമോ ലോകത്തെ വലിയൊരു ശക്തിയായി മാറണം എന്നുള്ളൊരു സ്വപ്നമോ വിഷനോ ഒന്നുമില്ല. ജനങ്ങളെല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിയുകയാണ്. പിന്നെ ഇന്ത്യയോടുള്ള കുറച്ച് വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അവിടെ പാക് പട്ടാളത്തിന് അധികാരം നിലനിർത്താൻ ആകെ സഹായകരമായിട്ടുള്ളത്. പിന്നെ ഈ ആണവ ശക്തി ആയതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഗുണ്ടാപിരിവ് എന്നൊക്കെ പറയുന്ന പോലത്തെ പൈസ, അങ്ങനെ കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് അവർ മുന്നോട്ട് പോവാണ് ശരിക്കും. എന്നാൽ ഇതൊന്നും ഖൈബർ പക്തൂൺഖ്വ മേഖലയിലെയോ പാക് അധീന കാശ്മീരിലെയോ ബലൂചിസ്ഥാനിലെയോ ജനങ്ങളെ പിടിച്ചു നിർത്താൻ സഹായിക്കില്ല. ഇതിനു പുറമെ വെള്ളത്തിന്റെ പ്രശ്നം കൂടി അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. പഞ്ചാബികളെല്ലാം തടഞ്ഞു വയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ സിന്ധികളും പഞ്ചാബികളും തമ്മിൽ വലിയ പ്രശ്നം നിൽക്കുകയാണ്.
സോ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. സോ പാകിസ്ഥാൻ ഒരുപാട് കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പാകിസ്ഥാനിൽ ഈ പട്ടാളത്തിനെതിരെ പോരാടുന്നത് മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ്, സാധാരണ ജനങ്ങളല്ല. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാനിൽ നിന്നുമൊക്കെ ഒളിപ്പോര് നടത്താൻ പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇവര്, ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയൊക്കെ. ഇവരാകട്ടെ മലകളുടെയും പർവ്വതങ്ങളുടെയും അല്ലെങ്കിൽ കുന്നുകളുടെയും ഒക്കെ മറവിൽ ഇരുന്നു കൊണ്ട് ആക്രമണം നടത്താൻ മിടുക്കരാണ്. സോ ഇവരോട് നേരിടുന്നതിൽ പാകിസ്ഥാൻ വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാലം പാകിസ്ഥാൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും 4 കഷ്ണങ്ങളായിട്ട് പാകിസ്ഥാന് പിരിയേണ്ടി വരും. ഈ 1971 രണ്ടായി പിളർന്നുവെങ്കിൽ ഇനി 4ആയി പിളരാൻ പോവാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.